guys, welcome back to Green House. Guys, അപ്പോൾ ഇന്നത്തെ challenge Imposter Challenge. Guys, അപ്പം സത്യം പറയാലോ. ഓ. പറ സത്യം. എന്നാ നീ പറ. ബ്രോ പറ. എന്നത്ത് നീ കണ്ടു ഒളിച്ചേ. അത് തിരിച്ചടിച്ചല്ലേ ബ്രോ ഞാൻ പറഞ്ഞില്ലേ. സൂപ്പർ. ഈഗോ കൊണ്ടുവന്നിട്ടാ. Guys, അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് എടുക്കലാണ്. ഒരു ഉഷാറില്ല. എടുക്കുന്ന ആളെ ഫസ്റ്റ് എടുക്കും. അത്രേ ഉള്ളൂ. തുടങ്ങണോ? എന്നാ ഇത് പല സൈസിലുണ്ട്, പല ഷേപ്പുകളിലുണ്ട്, പല നിറത്തിലുണ്ട്. ഞാൻ എന്തിനു പറയും ഇത് മൂന്നെണ്ണോ ഞാൻ ആണോ? പറയാം. എന്നാ ക്വിറ്റ് അടിച്ചു പൊയ്ക്കോ. ഇത് മോസ്റ്റ്ലി വെള്ള കളറിലുണ്ട്. ഞാൻ പറയാൻ പിന്നെ എന്താ പിന്നെ ബ്രോ പറയുന്ന ഒരു ലിസ്റ്റിംഗ് ഇതാ, ഞങ്ങൾ അതൊക്കെ പറയാം. ഇത് പല ടൈപ്പ് പ്രിന്റുകളൊക്കെ ആയിട്ട് വരും. ഇത് ഒട്ടുമിക്ക എല്ലാ വീട്ടിലും കാണും. ഇത് ചില്ലിന്റെയും പ്ലാസ്റ്റിക്കിന്റെയും വുഡന്റെയും ഉണ്ട്. പേപ്പറിന്റെ ഇല്ല, ഉണ്ടാവുമായിരിക്കും. ഇത് രാത്രിയൊക്കെ കാണാൻ ഇച്ചിരി പാടാ. ഇത് കൂടുതലും മനുഷ്യരാണ് ഉപയോഗിക്കുന്നത്. ഇത് പല അല്ല മറ്റേ കട്ടിയിലും കട്ടി കുറഞ്ഞ രീതിയിലുണ്ട്. അതല്ല പല സൈസിലും ചെറിയൊരു മുതൽ വലിയൊരു വരെ യൂസ് ചെയ്യും. അതല്ലേ ഞാൻ പറഞ്ഞത്, മനുഷ്യന്മാരെ യൂസ് ചെയ്യുന്നത് ഡെയിലി യൂസ് ചെയ്യും. ഇന്ന് വേറെ സംഭവം കേസ്. ഞാൻ കണ്ണടയ്ക്കാൻ നോക്കിയിരുന്നു ചായ കുടിക്കാൻ പോവാൻ. കണ്ണടച്ചതോ അപ്പം പോക്കണം. എന്തിനാ കണ്ടു അവിടെ ബിരിയാണി ദേ വന്നു. അയാള് ബിരിയാണി കഴിക്കാൻ പോയി. ഞാൻ ഉച്ചക്ക് കഴിച്ചില്ല. നമുക്കറിയേണ്ട കാര്യമില്ല, നീ നമ്മളെ കൂട്ടാ കണ്ടോ കുശലം എല്ലാരും എല്ലാവരും മറന്നുപോയില്ലേ. ഇത് പല പ്രൈസ് റേഞ്ച് കാറ്റഗറിയിലുണ്ട്. ആണോ? റെസ്റ്റോറൻറ്റ്സില് ഇതിന്റെ അളവ് കൂടുതലായിരിക്കും. അതെ നമുക്ക് വരപ്പേതാടാ. എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? ഇതിനെ കുറിച്ച് പഠിക്കാനൊക്കെ ഇച്ചിരി പാടാം. ആണല്ലേ? ഭയങ്കര പാടാണല്ലേ? അതാണ് പോയിന്റ്. ഭയങ്കര നോർമലി വീട്ടിലെ അടുക്കളകളിൽ ഉണ്ടാവാറുണ്ട്. ഈ സാധനം ഉണ്ടല്ലോ താഴെ വേണങ്ങ് ചെതറുക. അപ്പൊ ഇത് പഠിക്കാൻ ഭയങ്കര പാടാണല്ലേ? ഇമ്പോസ്റ്റർ നെയിം ബക്രി. എങ്ങനെ പഠിക്കാനൊക്കെ പോകുന്ന ടീംസ് അല്ലേ? ബ്രോ ആരെ ഇമ്പോസ്റ്റർ ആയിട്ട് കാണുന്നത്? ബ്രോ ഞാൻ ഇമ്പോസ്റ്റർ ആയിട്ട് കാണുന്നത് അബി. ഞാൻ ബക്രി. ഞാനും ബക്രി. റീസൺ പറഞ്ഞോളാം എന്റെ. അതന്നെ പഠിക്കാൻ പഠിക്കാനുള്ള ഇതെന്താ പഠിക്കാതിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും ഇതാണ് റീസൺ. നമുക്ക് കിട്ടിയേക്കുന്നത് പ്ലേറ്റ്. നമുക്ക് കുറച്ച് കടിക്കാൻ ഇച്ചിരി പാടാം. എനിക്ക് ക്രൂനാണ് ഒരു കാര്യം പറയുന്നത്. ഇതിനകത്ത് ഇമ്പോസ്റ്റർ ആരാന്ന് ആദ്യം പറ, അല്ലെങ്കിൽ ഈ കണ്ടു ഇത് ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യ ക്യാച്ച് ചെയ്യുന്നല്ല, അത് ഇത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളാണെന്ന് അറിയത്തില്ല. ഇപ്പൊ ഇതിനകത്ത് ഇമ്പോസ്റ്റർ മനസ്സിലാക്കാത്ത രീതിയിൽ എടോ മനുഷ്യൻ സംഭവം കൈവിട്ട് പോയി പോട്ടെ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്ത് പറയണം. ചിലപ്പോ നീ ആവാം, ചിലപ്പോ വേറെ ആവാം. അപ്പൊ എന്തായാലും നമ്മുടെ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകണം. ഫസ്റ്റ് റൗണ്ടില് ഒരു പോയിന്റ് 0 പോയിന്റ്. അവിടുന്ന് എല്ലാരും പറ. എല്ലാരും ഞാൻ വഴുതി. ഞാൻ പറയട്ടെ. അതെന്നാ അവിടെ ഇരിക്കും. ഇത് പല ലെങ്തിലുണ്ടാവും, പല കളറിലുണ്ടാവും. പല കളർ. ഇതിന് മാർക്കറ്റിൽ കുറച്ച് റേറ്റ് ഒക്കെ ഉണ്ട്. ഇത് എല്ലാരും ദിവസം കാണുന്നയാ. എല്ലാരും ഇത് ഒരു മിക്കവരും ഇത് ഒരു അഭിമാനമായിട്ട് കൊണ്ടു നടക്കാറുണ്ട്. അതെ ഉള്ളവർക്ക്. അത് ആരും അഭിമാനം അല്ലാതെ കൊണ്ടു നടക്കുന്നത് നീ പറയുന്നത്. നീ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലേ അത്? അല്ല, ചിലർക്ക് ഈ സാധനം ഇഷ്ടമല്ല.
അവിടെ എന്താ എല്ലാ വീട്ടിലും കാണും അത്. എല്ലാ വീട്ടിലും കാണും. എല്ലാ വീട്ടിലും കാണും. ഇപ്പൊ ഇതില്ലാതെ ഒരു വീടില്ല. എല്ലാ സ്കൂളിലും കാണും. എല്ലാ ഹോസ്പിറ്റലിലും കാണും. എല്ലാ മനുഷ്യരല്ല മനുഷ്യർ ഉപയോഗിക്കുന്ന. നമ്മളതിന് കെയർ ഒക്കെ ചെയ്യും. ഒരുപാട് കെയർ ചെയ്യും, ഇച്ചിരി കെയർ ചെയ്യും. കെയർ ചെയ്യാത്തവരുണ്ട്, ഇതില്ലാത്തവരുണ്ട്. ചാടി പറയാം. ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ തന്നെ ഒരു സ്ഥലമുണ്ട്. വീണ്ടും അവിടെ എന്താ ഫുള്ളൊരു ഇഷ്ടമാണല്ലോ. എന്ത് പറ്റി ബ്രോ? എന്താ പറ്റിയ? എന്ത് പറ്റി വയ്യേ ബ്രോയ്ക്ക്? കമ്മ്യൂണിറ്റി എല്ലാം ഇത് ശരീരത്തെ ഒരു സ്ഥലത്ത് ഉണ്ടാവണതോ? ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്ത് ഉണ്ടാവണോ? പല സ്ഥലത്തും ഉണ്ടാവും. പല സ്ഥലത്ത് ഇതിനെ കുറിച്ച് പഠിക്കുന്നവരുണ്ട്. ഇത് ചെറുതായിരിക്കും. ചെറുതാ? കളർ ചെയ്യാന്ന് പറയണം. ആ കളർ ചെയ്യാം. ഇത് ചിലര് കൊറേ വേസ്റ്റ് ചെയ്യും. പറ ഇമ്പോസ്റ്റർ പറ. കൊമ്പൻ പറ. ഞാൻ പറഞ്ഞോട്ടെ. അബി. ബ്രോ കൊമ്പൻ. ഞാൻ പറഞ്ഞില്ല ഇവൻ. ഞാൻ പറഞ്ഞല്ലോ ഒരു പതർച്ച കൊമ്പനെ പറഞ്ഞപ്പോ അങ്ങനല്ലടാ. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല. നീ എന്നോട് പറയാനായിരിക്കും പറയുന്നത്. ഞാൻ കൊമ്പനെ പറഞ്ഞു. പെട്ടെന്ന് പറ. ഞാൻ ബ്രോയാട്ടോ. അബി. റീസൺ പറ. അവന്റെ രണ്ടാമത്തെ റൗണ്ടിലാവും പറഞ്ഞത് ശരിയായിരുന്നില്ല. എനിക്ക് തോന്നുന്നു. എനിക്കോ തന്നെ മിസ് മാച്ച് പോലെ തോന്നി രണ്ടാമത് പറഞ്ഞത്. രണ്ടാമത് എന്താ പറയാ? രണ്ടുപേരും തെണ്ടികളാ. ശരി ഇപ്പൊ പറ. ഇമ്പോസ്റ്റർ പറഞ്ഞ അങ്ങോട്ട്. റീസൺ അബി ഒരു കള്ളനാ. എനിക്ക് എന്റെ കൈ കിട്ടാനായിട്ട് ഒരാളുടെ മിസ് മാച്ച് ഇല്ല. അപ്പൊ ഒരാളുടെ പേര് ഞാൻ പറഞ്ഞതാ. അപ്പൊ നിനക്കെട്ടെ എനിക്ക് ബ്രോ പറഞ്ഞ മിസ് മാച്ച് ആയി തോന്നി. കാര്യം എന്ന് പറഞ്ഞറിയോ, അഹങ്കാരോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് വന്നു. ഇതിന് അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു സാധനം പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്കത് ഞാൻ കേട്ടില്ല. എല്ലാവരും റീസൺ കേട്ടില്ല ബ്രോ. അല്ല അബിയല്ലേ കള്ളൻ. അബി കിട്ടിയത് ഹെയറാ. ആണോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഹെയർ കിട്ടിയേ അല്ലേ? എനിക്ക് കിട്ടിയത് കശുവണ്ടിയാ. മനസ്സിലായിരുന്നു ഞാൻ തന്നെയാണ് ഇമ്പോസ്റ്റർ എന്നുള്ളത്. അയ്യോ ഇവർക്കെന്താ മിസ് മാച്ച് പോലെ തോന്നിയല്ലേ? അത് അബി ഒരു കള്ളനല്ലേ? നിനക്കിങ്ങനെ മിസ് മാച്ച് അയ്യോ ഞാൻ പറയാം കളർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു തന്നെ. അബി ഒരു കള്ളനാ. കഴിഞ്ഞ പോലെ മണ്ണത്തരം കാണിക്കില്ല കേട്ടോ. ഞാൻ പല തന്ത്രങ്ങളും കാണിക്കും. എങ്ങനെ കത്തിയടേ? കത്തിയ ഇവര് പറയുന്ന ഓരോ എക്സാമ്പിൾ ശരീരത്ത് പല ഭാഗത്ത് ഉണ്ടാവുന്ന പറഞ്ഞപ്പോഴേ എനിക്ക് കത്തി. അപ്പൊ ഈ റൗണ്ടില് എനിക്കൊരു പോയിന്റ്, കൊമ്പന് 2 പോയിന്റ്, ജക്കുവിന് 1 പോയിന്റ്. നിങ്ങൾക്ക് മുട്ട അടിച്ചടി. നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്കോ. ഉഷാറായിട്ട് അങ്ങോട്ട് തുടങ്ങുക. ഇത് എല്ലാവർക്കും ഉണ്ട്. ഇത് എന്തിനാണ് എന്നെ നോക്കണം നീ ഇങ്ങനെ? ഇത് എല്ലാരും കാണിക്കാറില്ല. പല സൈസിലുണ്ട്, പല നിറത്തിലുണ്ട്. പറ ചടച്ചടക്ക്. ഇതൊരു മീനുകൾക്ക് ഇതുണ്ടാവില്ല. നല്ല രസാ. നല്ല രസാ. ഇതെങ്ങനെ ആരും നോക്കൂല. സ്റ്റാൻഡേർഡ് പീപ്പിൾസ് നോക്കൂല. അപ്പൊ എന്തോ സസ് അടിക്കുന്നുണ്ടല്ലോ. ഇതിനെ കുറിച്ച് പുറത്തൊക്കെ പറയാൻ ആൾക്കാർ മടിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ചിലവര് നല്ല അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അത് പറ ബ്രോ. അല്ല പിന്നെ ചില സിനിമകളിലൊക്കെ ഇത് കാണിക്കും. സീനില്ല, സൗണ്ട് ഇല്ലാത്ത സിനിമയിലാ കൂടുതൽ. സൗണ്ട് ഓഫ് ചെയ്ത് കാണുന്നവര്. അപ്പൊ എല്ലാവർക്കും സംഭവം പിടികിട്ടില്ലേ? ഇപ്പൊ അത് പ്രശ്നമാണ്. ഇത് 2 പാർട്ടായിരിക്കും. പാർട്ട് 1 പാർട്ട് 2. ഈ സാധനം തപ്പി പലവരും പല സ്ഥലങ്ങളിലേക്കും സഞ്ചരിക്കും. അതെ, കയറ്റുമതി ഇറക്കുമതികളുണ്ടാവും. ബ്രോ ഒന്ന് പറയാമോ? എനിക്കിത്
ഞാൻ ജക്ടർ. അബി. അശ്ശോ. ഞാൻ ചെക്കർ. അത് ഞാൻ മറന്നു. ബ്രോയും ജക്ടർ. നീയാ? വക്രി. ബക്രി. ഓക്കെ. സോ ഗൈസ്, അപ്പൊ എന്താ റീസൺ എന്താ? റീസൺ എനിക്കെന്തോ വക്രി പറഞ്ഞതിലോട്ട് എന്തോ ഒരു ഇല്ലല്ലേ? എന്റെ റീസൺ കിട്ടുന്നില്ല. ഈ ഒരു കാര്യമാണ് വക്രിക്ക് പറയാൻ ഇത്ര ഉണ്ട്, പക്ഷെ അയാൾ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇയാൾ ലാസ്റ്റ് പറഞ്ഞത് വീഡിയോ കിട്ടിയ എനിക്ക് കിട്ടിയത് ചന്തി. മീ ആൾസോ ചന്തി. സന്ധ്യ. ചുക്കാമണി. അപ്പൊ ആരാ ജക്ടറല്ലേ? മണ്ട പോണ ലാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. മണ്ടന്മാര്. ഇത് നല്ല രസമാണെന്നല്ലേ? ഇതിങ്ങനെ നല്ല രസമാണ്. ഞാൻ അതിലെ വീണേ. ഞാൻ ഉദ്ദേശിച്ച രസം ടേസ്റ്റ് ചെയ്തതാ. അതെങ്ങനെ തന്നെ ചുക്കമണി ഉണ്ട് ടേസ്റ്റ് ഇത്ര ഡേർട്ടിയാണ് തന്നെ മൈൻഡ്. വെറുതെ അല്ലേ ഈ വെള്ളപ്പൊക്കം പോലെ ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും പോയിന്റ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ 0, 2, 1, 1, 1, 0. സോ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് Let's go. ഇത് മനുഷ്യർ ഉപയോഗിക്കുന്നതാ. ഡെയിലി യൂസ് ചെയ്യും. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ഞാൻ ഡെയിലി പോവാറുണ്ട്. എവിടേക്ക്? അത് ഡെയിലി യൂസ് ചെയ്യുന്ന നീ പറഞ്ഞില്ലേ? ഞാൻ ചിലപ്പോ ഒരു ദിവസം യൂസ് ചെയ്യാണ്ടിരിക്കും. ഡിപ്പെൻസ് അപ്പോൺ ദ മൂഡ്. ഞാൻ ഇയാളായിരുന്നു പീസാണ്. അത് ഉള്ളതൊരു പീസാണ്. എന്നാ അത് മോസ്റ്റ്ലി ആൾക്കാർ ഫോൺ യൂസ് ചെയ്യും എന്നിട്ട് പോകുമ്പോൾ. നമ്മുടെ പല സാധനങ്ങളും അവിടെ കൊണ്ട് വെക്കാറുണ്ട് നമ്മൾ. പല സാധനങ്ങളും ഒന്നിൽ കൂടുതൽ ആൾക്കാരും അത് ഉപയോഗിക്കും. എന്നാ ഒന്നിൽ കൂടുതൽ At a time. അറ്റ് ടൈം. അറ്റ് എ ടൈം. ഈ വീട്ടില് 3 ഉണ്ട്. ഇയാൾ ഒളിഞ്ഞു നോക്കും. ജക്കു ഒളിഞ്ഞു നോക്കും. എന്റെ കൾച്ചർ അനുസരിച്ച് ഒരാളൊക്കെ ഒരു ടൈമിൽ പോകുള്ളൂ. ഉള്ളി കയറാൻ ആരും മടിക്കും. ഒരാൾ പോകുന്ന സമയത്ത് ഉള്ളി കയറാൻ ഒരാൾ മടിക്കും, വേറെ ഒരാൾ കയറാൻ മടിക്കും. ഇതിന് വെള്ളം കിട്ടും. എന്നാ വെള്ളം കുടിക്കാനല്ലേ? കഴിക്കല്ലേ? കുളിക്കാൻ. ഇപ്പൊ നിനക്ക് സംഭവം കിട്ടിയില്ലേ? സാധനം കിട്ടി. സാധനം കിട്ടിയതാ. സാധനം എനിക്കുള്ളത് കിട്ടി. സോപ്പൊക്കെ വെക്കും നമ്മൾ അതിന്റെ ഉള്ളിൽ. ഞാൻ വേറെ ക്ലൂ പറയട്ടെ. ഞാൻ പ്ലേറ്റ് വെക്കും പറയാൻ നിങ്ങളൊക്കെ ഇതാകുമല്ലേ? പറയത്തില്ലല്ലോ. പേസ്റ്റ് വെക്കും. പേസ്റ്റ്. ഞാൻ അബി. കൊമ്പനാണ് അവൻ എന്നെ തിരിച്ചു വിടുന്നത്. 2ാമത്തെ റൗണ്ടിൽ അതൊക്കെ കൊമ്പനാണ്. കടം രണ്ടുപേരും ഒരു സമയത്ത് പോകുന്നത് നീ ആലോചിച്ചാ മതി കേട്ടോ. ഓക്കെ, നീ പറഞ്ഞോ. ഞാൻ അബി. നീ പറഞ്ഞോ. ജക്ടർ. കൊമ്പൻ. അന്നേ അബിയാണ്. എനിക്ക് കിട്ടിയ ബാത്റൂം. നിങ്ങൾക്ക് കിട്ടിയ ബാത്റൂം. മണ്ടനാണോ? വന്നവര് കാരണമല്ല കൊമ്പാജിന് ആദ്യം പറഞ്ഞ കറക്റ്റ് സാധനം പറഞ്ഞു. അല്ല എല്ലാരും ഉപയോഗിക്കുന്ന സാധനം. എല്ലാരും ഉപയോഗിക്കത്തില്ലേ? എല്ലാരും ആൾക്കാർ ഉപയോഗിക്കത്തില്ലേ? ആൾക്കാര് നമ്മൾ ബാത്റൂമിൽ കയറുമ്പോ ഫോൺ കൊണ്ടല്ലേ പോണേ? പിന്നെന്താ പറയണേ? വേറെ സാധനം കേറാറുണ്ട്. എവിടേക്കോ അവൻ അവിടെ പറഞ്ഞു ഒരു ടൈമിൽ 2 പേര് പോകുന്നു. രണ്ടുപേരെയും കൊണ്ട് കയറുന്നേ പബ്ലിക് ടോയ്ലറ്റിൽ ഒരാളപ്പുറത്ത് ഒരാളിപ്പുറത്ത് ഒരു സ്ലാബ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാത്റൂം എന്ന് പറഞ്ഞ അപ്പൊ പോയിന്റ് നോക്കുകയാണെങ്കിൽ 1, 1, 1, 1, 0. ഇങ്ങനെയൊക്കെ പബ്ലിക് ബാത്റൂമിൽ രണ്ടുപേരെ കൊണ്ട് കയറണം. അതെന്നെ ഒരാളെ കുളിപ്പിച്ചു തരാനായിട്ട്. നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോവാം. Let's go. വർഷത്തിൽ ഒരിക്കൽ വരും. നിനക്കാ ഇതിന് മനുഷ്യന് ഒരു പ്രാവശ്യം സംഭവിക്കാറുള്ളൂ. മോസ്റ്റ് ഓഫ്ലി അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ബ്രോയ്ക്ക് എല്ലാ അതിപ്പോ ആൾക്കാരുണ്ടെങ്കിൽ പല പ്രാവശ്യം നടക്കും. ഞാൻ ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദിവസം. അത് പറയാൻ പറ്റില്ല കേട്ടോ. അതെന്താ എനിക്ക് വെയിറ്റ് ചെയ്യണം? പിന്നെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. ഇത് സത്യം പറഞ്ഞാ ഒരു സുദിനത്തിൽ നടക്കുന്നതാണ്. ഒരു സുദിനമായ ഒരു ദിവസം നടക്കുന്നതാണ്. നല്ല സന്തോഷമായിരിക്കും. ഒരു സുദിനം എന്ന് പറഞ്ഞപ്പോ ഹാപ്പി എന്ന് പറയാലോ. കണ്ടുപിടിച്ചല്ലോ. ഹാപ്പി ആയിരിക്കും ബ്രോ.
ഹാപ്പി മാത്രല്ല ഹാപ്പി മാത്രല്ല പിന്നെന്താ? ചിലപ്പോ പ്രശ്നങ്ങളും വരാം. എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല ചാച്ചി. അവിടെ ആദ്യമേ തന്നെ break ആയി. പറ്റത്തിന്റെ അവിടെ ഇനി വെച്ചോളാം, ഞാൻ അടിച്ചോ. ഒളിഞ്ഞു നോക്കും. ലൈഫില് ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു ദിവസം പിന്നെ ഒരുപാട് വെയിറ്റ് ചെയ്യണ്ടല്ലേ. പാലൊക്കെ കൊണ്ടു തരും. പാല് തരുമെന്ന് വേണ്ട, പഴങ്ങളും ഉണ്ടാവാറുണ്ട്. കൂടത്തേ ഉള്ളൂ, കുറയില്ല. അവിടെ കുറെ പൂക്കളൊക്കെ ഉണ്ടാവും. പൂക്കളമാണ് മെയിന്. ഇതിലെ ഒരു ആണും ഒരു പെണ്ണുണ്ടാവും. ചുമ്മാ പിന്നെ ആണുണ്ടാവും. അതുണ്ട് അതുണ്ട്. ആ പിന്നെ പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ ഇരുട്ടായി. അതെന്നാ നിർബന്ധം? അതെന്നാ നിർബന്ധം തന്നെ? നിനക്ക് അങ്ങനെ ആയിരിക്കും. നാണാ ഇപ്പഴേ കിട്ടിയാ ഇല്ലല്ലേ? ഞാൻ ഒരു ക്ലൂ കൂടെ തരാം. അല്ല ഇനിയിപ്പോ നിനക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ കഴിഞ്ഞല്ലോ. കുഴപ്പമില്ല, നീ കൂടിയും കുറഞ്ഞൊക്കെ ഇരുന്നോ. നല്ല ബലമുള്ള കട്ടില് വേണം. ഇഷ്ടപ്പെട്ട കിട്ടിയ നമ്മള് എന്നാ പറഞ്ഞേ, നീ ഒന്ന് പറയണ്ട, നീ imposter പേര് പറഞ്ഞാ മതി. ഞാൻ തന്നെയാ. നന്നായിട്ട് പറഞ്ഞോ. ഞാൻ തന്നെ തരാം. പറയണം. പോയിന്റ് 5 പോയിന്റ് കിട്ടുന്നേ. പറഞ്ഞോ. സ്വയം സമ്മിച്ച ഞാൻ വക്രിന് പറഞ്ഞു. ഓക്കേ. തെണ്ടി ആരാ? ഞാൻ ഏജിനെ പറയാം. ഏജ് ഏജ്. ഫസ്റ്റ് പഞ്ചത്തനാണ് തന്നെ വർഷത്തിൽ ഒരു തവണ. എന്താ നമുക്ക് ഫസ്റ്റ് നൈറ്റ് കിട്ടിയേ. അപ്പൊ ഈ റൗണ്ടില് പോയിന്റ് നോക്കുവാണെങ്കിൽ ഏജ് കൊറ്റി ബാക്കിയുള്ളവർക്ക് ഓരോ പോയിന്റ്. ഓരോരോ പോയിന്റ്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ നമ്മുടെ ലാസ്റ്റ് റൗണ്ടും കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ടോട്ടൽ പോയിന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏജയ്ക്ക് 2 പോയിന്റ്, വക്രിക്ക് 3 പോയിന്റ്, അബിക്ക് 4 പോയിന്റ്, അജക്ടന് 5 പോയിന്റ്, ആൻഡ് എനിക്ക് 6 പോയിന്റ്. സോ ദ വിന്നർ ഞാനാ? ഞാൻ നോക്കിയപ്പോഴേ നമ്മ 4 ചിരിക്കുമ്പോ അവിടെ അല്ല, നമ്മള് മറ്റേ സിനിമ ഡയലോഗ് പറഞ്ഞിട്ട് ചിരിച്ചില്ലേ? ആശാ മാത്രം മിണ്ടായിരിക്കണേ. ഞാൻ നിങ്ങൾ നോക്കിയപ്പോ അതിനെ തൂക്കി. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പെർഫോമൻസ് വോട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക. ആരപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കും. ബൈ ഗൈസ്, ലവ് യു ഓൾ.